ഹേ ഗായ്സ്, വെൽക്കം ടു ടേസ്റ്റി ബൈറ്റ്സ്. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പം നമ്മളെ പെരയിലുണ്ടല്ലോ എനിക്ക് കുറേ പൈനാപ്പിൾ കൊടുത്തിരുന്നു. അപ്പോൾ ഈ പൈനാപ്പിൾ കൊണ്ട് എന്തുണ്ടാക്കുക എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് തയ്യൊരു സാധനം എനിക്ക് ഓർമ്മ. പണ്ട് ഞാൻ കല്യാണത്തേക്ക് പോകുമ്പോൾ സദ്യയാണെങ്കിൽ അതിൻ്റെ പൈനാപ്പിൾ പച്ചടി ഇല്ലേ, തയ്യൊരു സാധനം ഞാൻ തിന്നൂല കേട്ടോ. കാരണം അത് എനിക്ക് അത്ര ഇഷ്ടമുണ്ടാകുന്നില്ല. കാരണം എരിവും പുളിയും മധുരവും ഒക്കെ പാടും ടേസ്റ്റ് അതും കൂടി എനിക്ക് അത്ര ഇഷ്ടമുണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഞാൻ മധുരം പുളി എരിവും പാടുള്ള മിക്സ് ആയിട്ടുള്ള എന്താണ് കേൾക്കട്ടോ. അന്ന് പറയുമ്പോൾ മാമ്പഴ പുളിശ്ശേരിയും അങ്ങനത്തെ മധുരമുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. ആകെ അവിയലും കൂട്ടരും മാത്രമേ സദ്യക്കാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പൈനാപ്പിൾ കിച്ചടി ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെ ഉണ്ടാകുന്നു പഠിച്ചോ എല്ലാം ഒരു പരീക്ഷണമല്ലേ, അങ്ങ് ട്രൈ ചെയ്യാൻ. എനിക്ക് പൈനാപ്പിൾ മുറിക്കാൻ വയ്ക്കൂല, അതിൽ ഭയങ്കര മുള്ളായതുകൊണ്ട് ഇനിയോട് സഹിക്കൂല. അപ്പൊ ഞാൻ അടുത്ത ആരെയിലുണ്ടെങ്കിൽ ഓരേയും കൂടെ മുറിപ്പിക്കുക. അപ്പൊ നമ്മൾ പൈനാപ്പിൾ കിച്ചടി തെറ്റിപ്പോയി, കിച്ചടി അല്ല പച്ചടി. അപ്പോൾ പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കാം? എനിക്ക് കുറെ കാലം ഡൗട്ട് തന്നെ, ഇത് കിച്ചടിയാണോ പച്ചടിയാണോ എന്ന്. അപ്പൊ നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ, ഇതേതാണ് പച്ചടിയും കിച്ചടിയും ഒന്നാണോ എന്ന്. പിന്നെ ആസ് യൂഷ്വൽ നമ്മളെ പൈനാപ്പിൾ ഇതാക്കുന്നു ഞാൻ ചെറുതാക്കി അരിയുക. അപ്പൊ ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ 2 കപ്പാണ്. അതായത് നമ്മൾ ഒരു പൈനാപ്പിളിന്റെ ഹാഫ് പോർഷൻ എടുത്തുകണേ. അപ്പം നിങ്ങൾ ചട്ടി എടുത്തോളി. മൺചട്ടിയാണെങ്കിൽ ഒന്നും കൂടി നല്ല മൊഞ്ചുണ്ടാവും കേട്ടോ ആ പൈനാപ്പിളൊക്കെ കാണാൻ. അപ്പോൾ ആ ചട്ടിയിലോട്ട് നമുക്ക് ഈ പൈനാപ്പിൾ അരിഞ്ഞൊക്കെ ഇടാം. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച് എല്ലാ പൈനാപ്പിളും അതിൽ തട്ടി കൊടുത്ത ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക് കീറിട്ടതും, പിന്നെ 1 1/4 ടീസ്പൂൺ നമ്മുടെ വെല്ലം പൊടിച്ചതും, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ പൈനാപ്പിൾ വെന്തിക്കണമെന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്, പക്ഷെ വെന്തിട്ടില്ല. പിന്നെ കുറച്ചും കൂടി വെക്കാം നമുക്ക്. അപ്പം നമ്മൾ പൈനാപ്പിൾ ഇതാ വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കുള്ള തേങ്ങ അരപ്പ് നോക്കിയാലോ. അതിന് വേണ്ടി നമുക്ക് വേണ്ടത് 1/2 കപ്പ് ചെറിയ തേങ്ങയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ കടുകുമാണ് വേണ്ടത്. അത് നമുക്ക് നല്ലോണം നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ ആ ബ്ലെൻഡ് ചെയ്ത തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിളക്കാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് അതിലോട്ട് 1/4 കപ്പ് തൈര് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നല്ലോണം മിക്സ്. ഇനി നമുക്ക് താളിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ട് കറിവേപ്പിലും 3 വറ്റൽമുളകും ഇട്ടിട്ട് നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ താളിപ്പായിക്ക് ആഡ് ചെയ്താൽ നമ്മളെ പൈനാപ്പിൾ പച്ചടി ഇതാ ഇവിടെ റെഡി ആയിക്കണു. അപ്പം ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച ആദ്യം ഫ്ലോപ്പ് ആവുമെന്ന്, പിന്നല്ലേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ മറക്കാതെ പൈനാപ്പിൾ പച്ചടി ട്രൈ ചെയ്ത് നോക്കി താഴെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒപ്പം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കൂടി മറക്കല്ല. അപ്പം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.